ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന കറുത്ത ഹൽവയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഏകദേശം തിരുനെൽവേലി ഹൽവയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാകും ഇതിന്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഗോതമ്പ് കുതിർത്ത് വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 240 ml ഒരു കപ്പിൽ 1 കപ്പ് ഗോതമ്പാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുവന്ന ഗോതമ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അൽസ ഗോതമ്പോ അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഗോതമ്പ് നമുക്ക് നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് വെക്കാം. എന്നിട്ടൊരു 4-5 മണിക്കൂർ വരെ ഇതുപോലെ കുതിർത്ത് വെക്കണം. ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗോതമ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നുകൂടി കഴുകിയെടുക്കാം. ഗോതമ്പ് ഞാനിവിടെ കഴുകിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇതിലേക്ക് ഇനി അരക്കാൻ ആവശ്യമായ അത്രയും വെള്ളം ഒഴിക്കണം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരക്കാം. ഇതിവിടെ അരച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുക്കണം. വലിയ ഹോൾസുള്ള സ്ട്രെയിനർ ഉപയോഗിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക. ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് മുഴുവൻ പാലും നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം. ഇനി ഇതിൽ ബാക്കി വരുന്ന ഗോതമ്പ് നമുക്ക് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇടാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി അരച്ചെടുക്കാം. ഇത് വീണ്ടും നമുക്ക് ഇതിൽ അരിച്ചെടുക്കാം. ബാക്കി വരുന്ന ഈ ഗോതമ്പിൻ്റെ വേസ്റ്റിന് നമുക്ക് ആവശ്യമില്ല, നമുക്കിത് കളയാം. ഗോതമ്പ് പാൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഈ പാലിനെ ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം മുകളിലും പാല് താഴെയുമായിട്ട് നിൽക്കും. അത് ഗ്ലാസ് ജാറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് ഇത് മാറ്റുന്നത്. ഈ പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 മണിക്കൂർ വെക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ പാല് താഴെയും വെള്ളം മുകളിലുമായിട്ട് വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ വെള്ളം മുകളിലും പാല് താഴെയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ മുകളിലുള്ള വെള്ളം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് കളയാം. അത് ആവശ്യമില്ല. പതുക്കെ ഈ വെള്ളം മാത്രമായിട്ട് മറ്റൊരു ബൗളിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അടിയിലുള്ള പാല് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഈ പാലിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. പഴയ വെള്ളം മാറ്റിയിട്ട് പുതിയ 2 കപ്പ് വെള്ളം ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാൻ ഇതിൽ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതായത് 240 ml കപ്പിൽ തന്നെ അളന്നിട്ടെടുത്ത 1.5 കപ്പ് പഞ്ചസാര. പിന്നെ 1 കപ്പ് പഞ്ചസാര വേറെ എടുത്തിട്ടുണ്ട്. ഇത് കാരമൽ ഉണ്ടാക്കാനുള്ള പഞ്ചസാരയാണ്. മൊത്തം 2.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് നെയ്യാണ്. പശുവിൻ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കശുവണ്ടിയും കൂടി വേണം. അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉരുളിയാണ്. ഉരുളി വേണമെന്ന് നിർബന്ധമില്ല. അടികട്ടിയുള്ള ഏത് പാത്രമായാലും മതിയാവും. നമുക്ക് ആദ്യം തന്നെ കാരമൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി 1 കപ്പ് പഞ്ചസാര ഈ ഉരുളിയിലേക്ക് ഇടാം. ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കാം. വെള്ളവും പഞ്ചസാരയും കൂടി നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ
പഞ്ചസാരയും വെള്ളവും കൂടി നല്ലൊരു റെഡ് കളറാകുന്നത് വരെ നമുക്കിതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇതിവിടെ നന്നായിട്ട് തിളച്ച് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു നല്ല റെഡ് കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കൂടുതൽ ബ്രൗൺ ആവാൻ നിൽക്കരുത്, പഞ്ചസാരയൊക്കെ ഒരു കരിഞ്ഞ രുചി വരും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാര മുഴുവൻ ചേർത്ത് കൊടുക്കാം. ഈ ഹൽവയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൊത്തം 2.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചേർത്തിരിക്കുന്ന പഞ്ചസാരയും കൂടി നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. അതുവരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഇവിടെ മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. മുഴുവനും നന്നായിട്ട് മെൽറ്റാവണം. ഈ പഞ്ചസാര ഇവിടെ നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഗോതമ്പിൻ്റെ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത ഉടനെ പഞ്ചസാര ഒന്ന് കട്ട പിടിച്ചതുപോലെ ഉണ്ടാവും. അത് കുഴപ്പമില്ല, നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ശരിയാവും. പഞ്ചസാരയും ഗോതമ്പ് പാലും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ചേർത്ത ഉടനെ തന്നെ പാല് നന്നായിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും. ഈ പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഗോതമ്പ് പാലും പഞ്ചസാരയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമുക്കിതിലേക്ക് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഇതുപോലെ ഇടയ്ക്കിടെ ഓരോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് നല്ലോണം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെയൊക്കെ ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ എന്ന് മാത്രം. ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഏകദേശം 1 മണിക്കൂർ എടുക്കും ഈ ഹൽവ റെഡിയാകാൻ വേണ്ടിയിട്ട്. നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇടയ്ക്കിടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ ഹൽവ ആയതുകൊണ്ട് അല്പം ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ശർക്കര കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യം വരില്ല, ശർക്കരയിൽ കുറച്ച് ഉപ്പുണ്ടാവും. നമുക്ക് വീണ്ടും ഇതിലേക്ക് നെയ്യ് ചേർക്കാം. ഹൽവ നെയ്യില്ലാതെ ഉരുളിയിൽ ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ ഇതിൽ അല്പം നെയ്യ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൽ വെളിച്ചെണ്ണ ചേർക്കുന്നവരും ഉണ്ട്. ചിലരൊക്കെ ഇതിൽ 1/2 കപ്പ് നെയ്യും 1/2 കപ്പ് വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ വേണമെങ്കിലും ചെയ്യാം. പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണയും ചേർത്തിട്ടും നിങ്ങൾക്കിത് ഉണ്ടാക്കാം. ഹൽവ കുറച്ച് കട്ടിയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കിത് ഉണ്ടാക്കാൻ ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റോളം സമയമെടുത്തു. ഇത് നന്നായിട്ട് കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നെയ്യ് ചേർക്കേണ്ട പാകം നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. കാരണം ഇത് ഉരുളിയിൽ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും. ആ സമയത്തൊക്കെ ഇതിൽ കുറച്ച് കുറച്ചായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കട്ടിയായി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി മാത്രമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ വലിയ ഉരുളിയിലൊക്കെ ഒരുപാട് ഉണ്ടാക്കുന്ന സമയത്ത് കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇത് കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. 6-7 എണ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ ഹൽവ നമ്മൾ സ്പൂൺ കൊണ്ട് കഴിക്കാനുള്ള പാകത്തിൽ കോരിയെടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഇത് തീ ഓഫ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റണം. ഇത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന ഒരു പാകത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. നമ്മൾ വാങ്ങുന്ന നെയ്യ് ഹലുവയുടെയൊക്കെ ഒരു പാകത്തിലാണ് ഇത് ഉണ്ടാവുക. അതേ ടേസ്റ്റും ആയിരിക്കും. അതല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടാണ് എടുക്കേണ്ടതെങ്കിൽ കുറച്ച് സമയം കൂടി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഞാനിത് അല്പം സ്പൂൺ കൊണ്ട് കഴിക്കാൻ പാകത്തിൽ അല്പം കോരി എടുക്കുന്നുണ്ട്.
ഒരു വാഴയിലയിൽ കോരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോരിയെടുത്തിട്ട് കഴിക്കാം. ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. ബാക്കി ഹൽവ നമുക്ക് വീണ്ടും നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഉരുളിയിൽ നിന്നും നന്നായിട്ട് വിട്ട് വരുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. നമുക്ക് ബാക്കിയുള്ള നെയ്യ് മുഴുവനും അവസാനം ഇതിലേക്ക് ചേർക്കാം. അരക്കപ്പ് നെയ്യ് മുഴുവനും ഈ ഹൽവയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പിന് പകരം 1 കപ്പ് നെയ്യ് ചേർക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ കുറച്ച് മാത്രം ചേർക്കാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രം മായം പുരട്ടി വെച്ചിട്ടുണ്ട്. നെയ്യ് തന്നെയാണ് പുരട്ടിയിട്ടുള്ളത്. ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിനുസപ്പെടുത്തിയെടുക്കാം. അല്പം നെയ്യ് മുകളിൽ പുരട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിനുസപ്പെടുത്താം. നല്ല സ്മൂത്താക്കി എടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ വെക്കാം. ഒരു 5-6 മണിക്കൂറെങ്കിലും വേണം ഇത് നന്നായിട്ട് തണുത്ത് വരാൻ. ഇതിപ്പോൾ 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഹൽവ രണ്ടും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കോരി വെച്ച ഹൽവയാണിത്. ഇത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ പാകത്തിലാണ് ഇത് ഉണ്ടാവുക. നമ്മൾ സ്റ്റീൽ പ്ലേറ്റിൽ വിളമ്പി വെച്ച ഹൽവ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിടാം. ഇനി ഇത് നമുക്കൊരു കത്തി വെച്ച് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കറുത്ത ഹൽവ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഗോതമ്പ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. 1 മണിക്കൂർ വരെയൊക്കെ ഈ ഹൽവ വിരകി എടുക്കണം. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതല്ലാതെ ഇത് നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്